കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് എത്ര വീടുകളിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിത് അധികം കണ്ടിട്ടില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ. കാരണം ഓരോ വീട്ടിലും അവരുടേതായ യുണീക്ക് റെസിപ്പീസ് ഉണ്ടാവില്ലേ. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണിത്. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പരന്ന ബേസിൻ എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കുക. വല്ലാതെ ടൈറ്റിൽ കുഴക്കണ്ട കേട്ടോ. ഒരു മയമുള്ള രീതിയിൽ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം ഇത് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കണം. അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വലിയ വലിയ ഉരുളകളായിട്ട് ഉരുട്ടാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ ഉരുളകളാക്കി ഉരുട്ടുന്നതാണ് നല്ലത്. മാത്രമല്ല അത് വലിയ കലത്തിൽ ചോറൊക്കെ വേവിച്ചെടുക്കില്ലേ അതേപോലെ വലിയ കലത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടും. ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൽ, അതായത് ഒരു മൺചട്ടിയിലാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 15 മിനിറ്റ് നേരം എടുത്തു കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. എന്തായാലും അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയെടുക്കാം. ഇത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കും കേട്ടോ, പക്ഷെ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അതായത് ഉണ്ടകൾ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണേ ഉള്ളൊക്കെ വെന്തോന്ന്. ഇതാ കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കോരിയെടുക്കാം കേട്ടോ. ഈ ഗോതമ്പുണ്ട വേവിച്ച വെള്ളമില്ലേ അതിൽ കുറച്ച് കാന്താരിയും ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കുടിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ഉപ്പിട്ടിട്ട് കുടിക്കാം. ഇവിടെ നമ്മുടെ ഗോതമ്പുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു വെക്കേഷനാണ് കേട്ടോ ഈ ഒരു വിഭവം ആദ്യമായിട്ട് തറവാട്ടിൽ ഉണ്ടാക്കിയത്. അന്ന് കുട്ടികളായി ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡായി. കാരണം ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് തന്നെ അമ്മ പിന്നെ സ്കൂൾ തുറന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും മുളക് ചേർത്തും മുളക് ചേർക്കാതെയൊക്കെ പല തരത്തിലുണ്ടാക്കി അവസാനം മടുപ്പായിട്ടോ. ഇന്നും ഇതാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരുന്നു അപ്പോഴേക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം കേട്ടോ. ചില്ലി ഫ്ലേക്സ് എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് ഒന്ന് നനച്ചെടുത്ത ശേഷം അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച ഗോതമ്പുണ്ടകൾ നമുക്ക് ചേർക്കാം. ഇത് ആ വെള്ളത്തിൻ്റെ നനവിൽ നല്ലപോലെ മിക്സായി കിട്ടും കേട്ടോ. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തീ ഓഫാക്കിക്കോളൂ. കാരണം മൺചട്ടിയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. വളരെ കുറച്ച് ചേരുവകളെ വേണ്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും ചേരുവകൾ ചേർത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്വാദ് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവനും എനിക്കിങ്ങനെ അമ്മയുടെ മുഖമാണ് കേട്ടോ മനസ്സിൽ വന്നത്. ഒരുപാട് ജോലികളുടെ ഇടയിലൂടെയല്ലേ നമ്മളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നത്. പക്ഷേ പല സമയത്തും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് പിന്നെയും അത് വേണം ഇത് വേണം ഇങ്ങനെയല്ലായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത്, അങ്ങനെ പരാതികളൊക്കെ ഉണ്ടാവും ആ സമയത്തല്ലേ. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഏത് വിഭവമായിരുന്നു ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കാൻ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആക്ച്വലി ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ ഒരുപാട് കാലമായിട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും കഴിച്ചപ്പോൾ എന്തോ ഒരു ഫീലിംഗ്, ഭയങ്കര ഒരു സങ്കടമൊക്കെ വരിക.
ആ പഴയ രുചിയും ആ മണമൊന്നും നമുക്ക് എത്ര ശ്രമിച്ചാലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ അത്രയും വാല്യുബിളാണ്. നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി എന്നാൽ.